ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും മുസ്ലിം വിദ്യാർത്ഥികളാണ്. വിയന്നയിലെ സിറ്റി സ്കൂൾ കൗൺസിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തുവിട്ടത്. വിയന്നയിലെ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി 1,12,600 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇതിൽ 41.12% മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യാനികളിലെ പല വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്താൽ പോലും 34.5% മാത്രമേ വരുന്നുള്ളൂ. ഓസ്ട്രേലിയയിലെ ഡെമോഗ്രാഫിയിൽ വന്ന ഈ മാറ്റം വളരെ ആശങ്കയോടെയാണ് പലരും വീക്ഷിക്കുന്നത്. ഈ കണക്കുകളിൽ ഓസ്ട്രേലിയയിലെ ഫ്രീഡം പാർട്ടി ആശങ്കകൾ രേഖപ്പെടുത്തി. ഓസ്ട്രേലിയയിൽ നടക്കുന്നത് കുടിയേറ്റമല്ല, മറിച്ച് ഒഴിച്ചുപോക്കാണെന്നാണ് അവർ പറയുന്നത്. കാരണം നഗരങ്ങളിലൊക്കെ തന്നെ തദ്ദേശവാസികളായ ആളുകൾ നഗരങ്ങൾ വിട്ടുപോകുകയാണെന്നാണ് അറിവ്. ഇനി മുതൽ നമ്മുടെ നഗരങ്ങളിൽ ഓസ്ട്രേലിയക്കാർ അന്യന്മാരായി മാറുകയാണെന്നും അവർ പറഞ്ഞു. ജർമ്മനി, സ്വീഡൻ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ നാട്ടിലേക്ക് ആളുകളെ വരുന്നതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന നിലപാടായിരുന്നു ഇതുവരെ കൈക്കൊണ്ടിരുന്നത്. അതോടുകൂടി സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സോമാലിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് സംഘർഷ പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ വരവ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതാണ് അവിടുത്തെ ഡെമോഗ്രാഫിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ ആശങ്കയോടെയാണ് പലരും കാണുന്നത്. ഇത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട്. ആദ്യം ബഹുസ്വരതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവരിതിനെ സ്വാഗതം ചെയ്തതെങ്കിലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് അറിവ്. ഇപ്പോൾ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ നോ ഗോ സോണുകളാക്കി പോലീസ് മാറ്റിയിട്ടുണ്ട്. ഹോമോസെക്ഷൽസ്, അതുപോലെ തന്നെ ജൂതന്മാർ എന്നിവരോട് ഈ പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും ഇതേപോലെയുള്ള ഡെമോഗ്രാഫിക് ചേഞ്ച് വരുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ജില്ലകളിൽ മുസ്ലിം ജനസംഖ്യ 32% ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ശരാശരി മുസ്ലിം ജനസംഖ്യ 14% ഇത്.